എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഒരു സാരി പീസിൽ നിന്നും എങ്ങനെയാണ് ബ്ലൗസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. 2 കളറിൽ നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് ഈ സാരി ഉള്ളത്. അപ്പോൾ നമുക്ക് ബ്ലൗസ് പീസിൻ്റെ ലൈനിങ് ആണ് നമ്മൾ ആദ്യം വെട്ടിയെടുക്കുക. അതിന് ശേഷം മാത്രമേ നമ്മൾ തുണി വെട്ടിയെടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം തുണി അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് തുണി അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ക്രോസ് പീസ് വെക്കുമ്പോൾ കഴിയുന്നതും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നല്ല ഭംഗിയോട് കൂടി ക്രോസ് കിട്ടുന്ന രീതിയിൽ വേണം നമുക്ക് വെച്ചെടുക്കാൻ. അത് നമ്മൾ തിരിച്ചും മറിച്ചും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെ വെക്കേണ്ടത് എന്ന്. അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാവൂ. നിങ്ങൾക്ക് തീരെ സ്റ്റിച്ചിങ് അറിയാത്ത ഒരാളാണെങ്കിൽ പോലും മെഷീനിൽ തയ്ക്കാനും നൂലിടാനും തയ്ക്കാനും ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങളുടെ ബ്ലൗസും കട്ട് ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ഇടുന്ന ഒരു ബ്ലൗസ് പഴയൊരു ബ്ലൗസ് തുന്നഴിച്ചാൽ മതി. അത് നല്ലോണം പോലെ അയൺ ചെയ്യണം. കീറി പോവാതെ തുന്നഴിക്കുക. നല്ലോണം പോലെ അയൺ ചെയ്യുക. അയൺ ചെയ്തതിന് ശേഷം ഇതുപോലെ തുണിയിലേക്ക് വെക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഞാൻ ഇപ്പോൾ ലൈനിങ് വെച്ച് വെട്ടിയില്ല. അപ്പോൾ ഈ ലൈനിങ് പോലെ ഇരിക്കും നമുക്ക് തുണി കിട്ടുന്നത്. ആ തുണി വെച്ചിട്ട് നമുക്ക് തുണിയിൽ ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവരങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയില്ല ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ഇരിക്കാതെ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. അത്യാവശ്യം സ്റ്റിച്ചിങ് അറിയാവുന്ന എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ബ്ലൗസ് കേട്ടോ. ബ്ലൗസ് ഒന്ന് തയ്ച്ചെടുക്കാൻ സ്വന്തം അവനവൻ്റെ തയ്ക്കാനെങ്കിലും പഠിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ തയ്യക്കൂലി പുറത്ത് പോവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സ്റ്റിച്ചിങ് അറിയാവുന്ന എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ ഇപ്പോൾ തയ്യൽക്കൂലി പറഞ്ഞു വെച്ചാൽ 350, 400 ഒക്കെയാണ് ബ്ലൗസിന് തയ്യൽക്കൂലി വാങ്ങുന്നത്. വീടുകളിലൊക്കെ ആകുമ്പോൾ 300, 320 ഒക്കെയാണ് വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ ആ റേറ്റിലാണ് ഇവിടെയൊക്കെ തയ്യൽക്കൂലി ഉള്ളത്. ലൈനിങ് ബ്ലൗസിൻ്റെ ചാർജാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മോഡലൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് ചാർജിൽ വ്യത്യാസം വരും. അപ്പോൾ ഇത് ചെറിയ രീതിയിൽ മോഡലോട് കൂടിയിട്ടാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. കൈ പഫ് കൈ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ബ്ലൗസ് വെട്ടുമ്പോൾ ഇതുപോലെ ക്രോസ് ബ്ലൗസൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലത്. ഇടാൻ സുഖം ക്രോസ് ബ്ലൗസാണ്. ഇട്ടാൽ നല്ല ഭംഗി കിട്ടും ക്രോസ് ബ്ലൗസിനാണ് കേട്ടോ. മറ്റേത് എത്ര ഇട്ടുണ്ടെന്ന് വെച്ചാൽ പരന്നിരിക്കും. നമ്മളെ ഫ്രണ്ട് ഭാഗം പരന്ന് വരും. ആ ഒരു ബുദ്ധിമുട്ട് ക്രോസ് ബ്ലൗസ് വെട്ടി തയ്ച്ചിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിയുന്നതും ക്രോസ് ബ്ലൗസ് തയ്ക്കാൻ ശ്രമിക്കുക. തയ്ക്കാൻ പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമില്ല. എല്ലാവരും ക്രോസ് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ ഒരു പേടിയാണ് ക്രോസ് ആകുമ്പോൾ. അത് നമ്മൾ പിന്നെ തുണി ക്രോസ് ആക്കുന്നതെന്ന് മാത്രം അവൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കണ്ടവർക്ക് അറിയാൻ കഴിയും ക്രോസ് ബ്ലൗസ് ഈസിയായി വെട്ടിയെടുക്കുക എന്നുള്ളത്. ബാക്ക് പീസ് വെച്ചിട്ടാണ് ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കുക. അതുകൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടും കൂടാതെ വെട്ടിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചിട്ട് വരയിലൊക്കെ ഇതുപോലെ വെട്ടിയിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ആദ്യം തന്നെ ടെക്ക് വരുന്ന അളവിനൊക്കെ സൂചി കൊണ്ട് കുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇനിയും വീഡിയോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ വീഡിയോ ചെയ്യാം കേട്ടോ. അങ്ങനെ ബ്ലൗസിൻ്റെ ബാക്ക് പീസ് ഫ്രണ്ട് പീസ് കട്ടിങ്ങും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെട്ടിയെടുക്കേണ്ടത് കൈയാണ്. കൈ നമ്മൾ ഈ ഒരു സാരിയിലെ പച്ച കൂട്ടി ചേർത്താണ് വെട്ടിയെടുക്കുന്നത്. പഫ് കൈയാണ്. അത് എങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഭംഗിയിൽ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. തുണിയിൽ അധികം പോവുകയും ചെയ്യരുത്. അപ്പോൾ ഭംഗിയോട് കൂടി നമുക്ക് അത് എങ്ങനെ വേണമെങ്കിലും വെട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ വീതി നമുക്ക് സാരി മടക്കി വെച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ സാരി കുറച്ച് നീക്കിയിട്ടിട്ട് വേണം നമുക്ക് വെട്ടിയെടുക്കാൻ. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഒരനക്കം നീക്കിയിട്ടിട്ട് വെച്ച് നോക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൈക്ക് ചെറിയൊരു ഏപ്പ് വരും. അപ്പോൾ നീക്കിയിട്ടിട്ട് ഇതുപോലെ സാരിയുടെ മുകൾ ഭാഗം ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. വയലറ്റ് തുണി താഴത്തേക്ക് വരുന്ന രീതിയിലാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത്. ഉണ്ടല്ലേ? അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഇവിടെ ചെറിയൊരു ഏപ്പ് വരും കേട്ടോ. അത് കൈൻ്റെ അടിഭാഗത്തേക്ക് പോകുമ്പോൾ അത് അറിയില്ല. ബ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിലും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടോ ലൈനിങ് വെച്ചതിലും അല്പം താഴ്ത്തിയിട്ടാണ് വെട്ടിയിട്ടുള്ളത്. അത് നമുക്ക് ലൈനിങ്ങിലേക്ക് മടക്കി തയ്ച്ചെടുക്കാനുള്ള ലൈനിങ്ങിന് കൂട്ടിയിട്ട് വേണം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് തുമ്പ് കുറച്ച് കൂട്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ കയ്യിൻ്റെ ഇറക്കം ലൈനിങ് കറക്റ്റാണ് കേട്ടോ. അതുകൊണ്ട്
ഈ ഒരു രീതിയിൽ വെട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വെട്ടൊക്കെ ഇതിലിട്ട് കൊടുക്കാം. നമുക്ക് ഏക്കാനുണ്ട്, മുകൾ ഭാഗത്ത് വെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് വെട്ടിയെടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. നമുക്ക് ബ്ലൗസിൻ്റെ താഴ്ഭാഗത്തേക്ക് വയലറ്റ് വരുന്ന രീതിയിലാണ് വരിക. അപ്പോൾ നമുക്ക് ഏക്കാനുള്ള തുണിയില്ലേ, ആ തുണി നമുക്കിത് ബ്ലൗസിൻ്റെ വെട്ടിയെടുത്ത ഈ ഒരു പീസില്ലേ, ഈ ഒരു പീസിൽ നിന്ന് തന്നെ നമുക്ക് അവിടേക്ക് ഏക്കാനുള്ള തുണി കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് ആ ഒരു പീസും വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കൈ വെട്ടിയെടുക്കുന്ന പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലൗസ് തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതുപോലെ പഫ് കൈയോട് കൂടിയാണ് വെച്ചിട്ടുള്ളത്. ആ കരഭാഗം വരുന്ന ഭാഗം കൊണ്ടാണ് കൈക്ക് ഈ പടി കൊടുത്തിട്ടുള്ളത്. അടിഭാഗത്തേക്ക് വയലറ്റ് വരുന്ന രീതിയിൽ വെച്ചത് കൊണ്ട് നല്ല ഭംഗിയുണ്ട് കൈ കാണാൻ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ചെറിയൊരു ഏപ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. കൈൻ്റെ അടിഭാഗത്തേക്ക് പോകുമ്പോൾ കാണില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ കൈയിൻ്റെ അടിയിലേക്ക് ഞാൻ ലൈനിങ്ങിലേക്കാണ് ചേർത്ത് മടക്കി അടിച്ചിട്ടുണ്ട് തുമ്പ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ക്രോസ് ആവുന്നത് തന്നെ കപ്പ് നല്ല ഭംഗിയിലിരിക്കും, ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല വൃത്തിയായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ബാക്ക് ഭാഗം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് കാണാം. അപ്പോൾ ഇതുപോലെയാണ് ബാക്ക് ചെയ്തിട്ടുള്ളത്. സ്കാലപ്പ് വർക്കോട് കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അയൺ ചെയ്തിട്ടില്ല. അയൺ ചെയ്യുന്നതിന് മുന്നെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയിലൂടെ വെച്ച പട്ട, ഒരു പച്ച പട്ട, ഒരു ചുളിവ് പോലെ തോന്നുന്നുണ്ട്. അത് അയൺ ചെയ്യുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. സ്കാലപ്പ് കണ്ട അതുപോലെ സ്കാലപ്പ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ വീഡിയോ ഇടാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ നല്ല നല്ല വീഡിയോയുമായി ഞാൻ വരാം. ബായ്.